ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ അരീക്കാട് പാടത്താണ്. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സും നമ്മളെല്ലാവരും കൂടിയിട്ട് ഇന്നൊരു ഫിഷിൻ്റെ രണ്ട് പരിപാടി ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് വരാൽ പിടിച്ചിട്ടുണ്ട്. വരാൽ പിടിക്കുന്ന വീഡിയോ കാണാം. വരാൽ പിടിച്ചിട്ട് അതിനെ നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട്. അതേപോലെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ മല്ലിയിൽ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ മല്ലിയിൽ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. അതുപോലെ തന്നെ നമ്മൾ വന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇത് നമ്മളെ സുഹൃത്തിൻ്റെ വീടാണ്. നൗഷാദ് അറിയാം, അരീക്കാട് നൗഷാദ്. അപ്പോൾ അവൻ്റെ വീടാണ്. അതുപോലെ തന്നെ അടിപൊളിയാണ്, അടിപൊളിയാണ് വീട്. നല്ല ആംബിയൻസ് ആണ്. നേരെ അപ്പുറം സൈഡ് പാടം, ഇപ്പുറത്ത് തോട്ടം, അങ്ങനെ കൂടിയുള്ള നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കാണാം. ആശ്ര നമ്മൾ ഇന്ന് എന്ത് ചെയ്യണേ? ഇന്നത് നമ്മള് കണ്ണൻ ചുടുക. നല്ല രസം. കൂടുതൽ ഇതാക്കണ്ട. നമ്മളിവിടെ ഈ മീനിന്റെ ചെളുക്കൊക്കെ ഇട്ടിട്ടാണ് അടുത്ത മീൻ പിടിക്കുന്നത് കേട്ടോ. കൊടല് നമ്മളിപ്പോ എങ്ങനെ ചെയ്യണ്ടേ? പൊളിക്കുക. പൊളിക്കാൻ നമുക്ക് ചൂടാളല്ലേ? കിതാബാക്കല്ലേ? ഇവിടുന്ന് വിളിക്കല് അല്ലല്ല, വള്ളവാകം തിരിച്ചിട്ടാ. വള്ളവാകം കാണടോ വെള്ളത്തിനാ. അപ്പുറത്ത് ചൂണ്ടിട്ടിട്ട് മീൻ പിടിക്കണം, ഇപ്പുറത്ത് മീൻ കട്ട് ചെയ്യണം. അതപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രംഗത്താണ്. അപ്പോൾ ഇവർക്ക് മുന്നേ ചൂണ്ടിട്ട് പിടിച്ച സാധനമാണ് ഇപ്പോൾ വക്കറ്റിൽ കണ്ടത്. അപ്പോൾ ഈ കാണുന്ന ഇതിൽ നിന്നാണ് ചൂണ്ടിട്ട് പിടിച്ചത്. അപ്പം നമ്മളെ പിന്നെ നാസർകുനിയിൽ ഇതിൻ്റെ ഭയങ്കര വൈബാണ് മീൻ പിടിക്കാനും അതേപോലെ തന്നെ അങ്ങനത്തെ കുക്കിങ് കാര്യങ്ങളൊക്കെ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം മൂപ്പരത്തിനെ സെലക്ട് ചെയ്ത് എടുത്തത്. പിടിച്ച ആള് നമ്മളെ പൈസല് ഇതിൻ്റെ മെയിൻ ആള്. മസാല ഐറ്റംസ് ചേരുവകളൊക്കെ മൂപ്പര് ചേർക്കും. നമ്മളിവിടെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കും. ഞാനിവിടെ വീഡിയോ എടുത്ത് കൊടുക്കും. ഇവരാണ് മസാല തേക്കാൻ കേട്ടോ. മസാല തേക്കാൻ തരുന്നത്. നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള മീൻ ഏകദേശം ഇങ്ങനെ വരിഞ്ഞിട്ടില്ല. തോല് വരണ്ടോ ഉള്ളിൽ പൊളിക്കും. ഈ പരുവത്തിലാക്കി നമ്മൾ ചൂടാളേ. നല്ല മീറ്റ് ഉണ്ടല്ലേ, ഫ്രഷ് മീറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും കൂടിയിട്ട് സംഭവം സെറ്റാക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആ മീനിനെ കൊല്ലുന്ന സീൻ കാണിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് അതേ പാടത്തുനിന്ന് മീൻ പിടിച്ച് അതേ പാടത്തുനിന്ന് മീൻ ഉണ്ടാക്കി ചുട്ടെടുത്ത് അതേപോലെ പൊരിച്ചിട്ടാണ് ഇന്നത്തെ നമ്മളെ പരിപാടി. പൊന്തി
അപ്പോൾ നമുക്കിന്ന് മസാല കൂട്ട് ചെയ്യുന്നത് ഫൈസൽ ബാബു കേട്ടോ. ഇവരെ പറഞ്ഞാൽ ഗൾഫിലെ അറബികൾക്കൊക്കെ ഒരുപാട് കുക്ക് ചെയ്ത മനുഷ്യനാണ്. അപ്പോൾ അറബിക് മസാലൻ്റെ ഒരു ടേസ്റ്റിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മസാലയൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ഇത്ര സാധനം: ഉള്ളി, പച്ചമുളക്, ചപ്പ്, പുതിന, പിന്നെ ചെറുനാരങ്ങ, ഇഞ്ചി ചതച്ചത്, പിന്നെ കറിവേപ്പില, പിന്നെ കുറച്ച് കുരുമുളക്, അങ്ങനെ ചില്ലറ മസാലകളാട്ടോ. കുറച്ച് വെള്ളം, അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് കുറച്ചൊന്ന് കോയമ്പ് രൂപത്തിലാവല്ലേ. മുളക് പൊടി ആ സാധനം ഒന്നും ഇതാ. പാത്രം അപ്പോൾ നമ്മൾ നേരെ വന്നിട്ട് ഇവിടെ നല്ല ഒഴുകി പോകണം, നല്ലൊരു വെള്ളം കിട്ടാം. അവിടുന്ന് നമ്മൾ ശരിക്കും മീൻ കഴുകുകയാണെങ്കിൽ അടുത്തത് ഒഴുക്കുവെള്ളത്തിൽ നല്ലപോലെ കഴുകും കേട്ടോ. അപ്പോൾ ജസ്റ്റ് കറൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ കഴുകുകയാണ്. മഞ്ഞ കട്ടിയതാ. മഞ്ഞ് കട്ടിയതില്ലേ? ശരിക്കും തോല് ഒഴിവാക്കാതെ കട്ട് ചെയ്തില്ലേ? തോല് ഒഴിവാക്കിയാലുള്ള എല്ലാവരും തോല് ഒഴിവാക്കിയിട്ടാണല്ലോ അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എന്താണ് പിന്നെ കൈപ്പോടാ തോലുമല നെയ്യ് എടുക്കുന്നത്. ശരിക്കും ഈ മഞ്ഞ കളർ ഇതാ, ഈ മഞ്ഞ കളർ വന്നിരുന്ന നെയ്യ്. നെയ്യില്ല, ഇതിനൊരു വെളിച്ചെണ്ണി വേണ്ട, ഒന്നും വേണ്ട. അതങ്ങനെ പൊരിക്കാം. വെളിച്ചെണ്ണ വേറെ ടേസ്റ്റാ. ഞാൻ മല്ലി കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ കഴിച്ചാൽ പിന്നെ വേറെ മീൻ കിട്ടില്ല. ഇത് ചെറിയ മല്ലിനാണ്, ഇതിന്റെ വലുതൊക്കെ കിട്ടാണ്ട്. ഇതിലൊരു കുടലുണ്ട്, കുടലല്ല ഒരു കയ്പ്. അത് സത്യത്തില് പച്ചയിൽ മുണങ്ങണം. ഭയങ്കര സംഭവമാണ്. ഉണിയാ അതുപോലെ കൊക്കങ്കൂര, അങ്ങനത്തെ മൂലക്കുരു, അങ്ങനത്തെ ഇഷ്ടമൊന്നുമില്ല. ഇത് തല നമുക്ക് എന്തായാലും നമുക്ക് പൊള്ളിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മുളകിടാം. അത് സെപ്പറേറ്റ് അതല്ല, നമുക്ക് അതിന്റെ ഭക്ഷണം എന്തെങ്കിലും കറി വേണ്ടേ? ബാബു സൈഡാക്കിയിട്ട് കറി നയിക്കണം. ഇത് കൂടുതൽ കഴിയണമെന്നില്ല. പിന്നെ ഞാൻ ഉപ്പിൽ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുടിക്കും. ഇനിയിപ്പോ നമ്മളിപ്പോ തോട്ടുന്ന കഴുകി ഏകദേശം കറൊക്കെ കളഞ്ഞില്ല. ഉപ്പ് കല്ലുപ്പിട്ട് കണ്ട് നല്ല വരുത്തിയിട്ട് ഒരു ഒഴുക്കള്ളം പക്ഷെ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ, ഈ ഒരു വൈബില് ഈ ഒരു രസം അല്ലെങ്കിൽ ഈ പാടത്ത് നിന്നിട്ട് നമ്മളിപ്പോ കുറെ കാലമായിട്ട് മീൻ പിടിക്കുന്ന ആൾക്കാരല്ലേ, അതൊക്കെ വീട്ടിൽ കൊണ്ടുണ്ടാക്കണം. വീട്ടിൽ കൊണ്ടുണ്ടാക്കണല്ലോ. പക്ഷെ ഈ ഒരു വൈബ്, ഈ ഒരു രസം ഉണ്ടല്ലോ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും അല്ലേ കിട്ടുള്ളൂ. പാടത്ത് വേണ്ട ഈ ഒഴുകി പോണ വെള്ളം ഇങ്ങനെ ചെയ്യണം. ഇതുപോലെ നമ്മള് കുടിക്കണം, അവിടെ തന്നെ ഉണ്ടാക്കി തിന്ന. ഞങ്ങൾ കൂടുതൽ എടുക്കാൻ പോകുന്നല്ലോ, കൂട്ടായി ആടൊക്കെ പോയിട്ട് അവിടെ ഏതില് ആ റിസോർട്ടില്. അതിപ്പോ നമുക്ക് റിസോർട്ടുമായിട്ട് സ്ഥലം തന്നെ നല്ലത് കിട്ടിക്കണേ. കണല് കത്തിക്കാൻ ഏറ്റെടുത്ത നൗഷാക്കാണ്. ആ ചേട്ടമ്മ ആദ്യം ചേട്ടട്ട് കൊടുത്തില്ല. വിശേറിയല്ലേ
പൈപ്പ് കഷ്ണം ഊതാൻ പൈപ്പ് കഷ്ണം മട്ടൻ്റെ അല്ലേ മട്ടൻ്റെ സെറ്റാക്കി അടുത്ത് ഇതില്ല ഇത് രസമാണ് ഒരു കണ്ട് ഇത് രസമല്ലേ അപ്പോ അപ്പോൾ അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി മസാല നല്ല തേച്ച് പിടിപ്പിക്കുക കേട്ടോ. പച്ച മസാല കേട്ടോ. പച്ച മസാല മുളക് പൊടി ഇട്ടില്ലല്ലോ. മുളക് പൊടി കുരുമുളക് പൊടി ഉള്ളി കുരുമുളക്. അപ്പോൾ കേസ് നമ്മൾ മസാല തേച്ചിക്കണം. പിന്നെ കുരുമുളക് നമ്മൾ ഇതിൻ്റെ മേലെ വിതറി കൊടുത്താൽ മതി, അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി. അത് വരിഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പുറത്ത് ആ സ്കിന്നിന് വരേണ്ട ആവശ്യമില്ല. ഉൾഭാഗം തുറന്നുകൊണ്ട് തുറന്നുകൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല. പുറത്ത് വിതറി കൊടുത്താൽ മതി. അപ്പൊ നാസറുവിനും ഫൈസൽ ബാബുവും തൻവീറും കൂടിയിട്ട് നമ്മൾ മസാലക്കൂട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് പുറത്ത് നല്ല മഴ ചെയ്തിട്ടാണ്. അപ്പോൾ നേരെ കണലും തരുന്നു ഇങ്ങോട്ട് കൂടുന്നത്. അപ്പോൾ നമ്മളെ റിസോർട്ടിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് പരിപാടി ഇട്ടാ എങ്ങനെ 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 വെച്ച് കൊടുക്കലാ. ഒന്നും എത്ര പോകുമോ സംഭവം വെച്ച് നിങ്ങളെവിടെയാണ് കമ്പിടണോ മസാല വെച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി സക്സസ്. അങ്ങോട്ട് മഴ മാറിയപ്പോൾ നേരെ പാടത്ത് തന്നെ കൊടുത്തിട്ടാ. അപ്പോൾ ഇതാ പത്തിരില്ലേ സ്മെല്ല് എങ്ങനെ ഉണ്ട്? അടിപൊളി സ്മെല്ല്. ഉൾഭാഗമാണ് ഉൾഭാഗം കുറച്ച് കത്തല്ലേ പൊറാട്ട അടിച്ചാണ്. അടിയിൽ പോയി ചൂണ്ടണ്, അതിൻ്റെ അടിയിൽ പോയിട്ട് ചൂണ്ടണ്. പക്ഷെ സംഭവം ഉണ്ടല്ലോ, ഇത് നല്ല മീൻ കേട്ടോ. അതിൽ നിന്ന് പിടിച്ചാണ് ഇപ്പോൾ കാണാൻ. മീൻ പേടിച്ചിട്ടുണ്ടാവും. കരിന ഏകദേശം ബാക്ക് ഭാഗം ആയില്ലേ. പക്ഷെ എന്നാലും കുറേ ടൈം ഇട്ടില്ല, സോഫ്റ്റ് ആവും.
അല്ല ഇതിമ വെക്കാനും ഒരു അടുത്ത ട്രിപ്പ് പറ്റുള്ളൂ. സംഭവം മീറ്റൊക്കെ ഭയങ്കര സെറ്റ് ആയി. എന്താ വെള്ള ഇറച്ചി ഒരു പീസ് അടിച്ചു ഒരു പീസ് ചൂടാണ് ഉള്ളു. മറന്ന ടേസ്റ്റ്. തൻവീർ ഭായി പൊറോട്ട ഉണ്ടാകാൻ പോയതാണ്. അപ്പോൾ പൊറാട്ട വന്നിട്ടുണ്ട്. അത് വന്നിരിക്കുന്നു അവിടുത്തെ. അപ്പോൾ വെച്ചാളവിടെ വാൻ്റെ വെട്ടാനുള്ള ഭാരത ഇത് വേണ്ട ചക്കരി. ഇപ്പോൾ വാൻ്റെ എടുക്കാൻ വന്നോ എൻ്റെ ബാക്കിൽ, റിസോർട്ടിൻ്റെ ബാക്കിൽ. അതാ ആ കുത്തനുള്ള നല്ല വൃത്തിയുള്ള ആന. തൂമ്പല്ലല്ലോ എച്ചല്ലോ അതില്ലേ മൂത്ത് വരക്കുണ്ട്. അമ്മ തന്നെ കുറച്ചാച്ചില്ല അടൊക്കെ ഇതേത് പേരാ കൊലയില്ലേ? അല്ല അപ്പൊ എന്തേലും കഴിയുന്നില്ലേ? ഇനി വാൻ്റെലാണോ? വാൻ്റെല. ഓ അത് വലിയ വാൻ്റെലാണ്. ആണ് ഇപ്പോൾ വാഴ വെട്ടാൻ പറ. വാഴന്റെ തൂമ്പോട് കെട്ടി. ഗേസ് വാൻ്റെല വെട്ടാൻ പറഞ്ഞിട്ട് പെരക്കാരനറിയാതെ ഒരു പേരക്കുണ്ട്. ആ പേരക്കതാ തിന്നോക്കെ എടുക്കെടുക്ക. ആ പേരക്കണ്ട് എടുത്താളാ. മസാലയും കുറച്ച് മീറ്റ് കൊടുക്കലേ. മസാലയും കുറച്ച് മീറ്റും. അല്ല ഇതിനകത്തേക്ക് മാറ്റണം. അപ്പോൾ നമ്മളെ കണ്ണന് ഏകദേശം കേട്ടോ ഫ്രൈ. അതിൻ്റെ കൂടുതൽ പൊറോട്ട കൊടുക്കുന്നുണ്ട്. എടുക്കട്ടെ അറിയാം. നാസർ എങ്ങനെയുണ്ട് സാധനം? നല്ല കണ്ണൻ കറി, തലക്കുറുമ വറുത്തരച്ച കുറുമ പ്രത്യേകം പറയും. പാകത്ത് ഇട്ടോട്ട് തിന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. കൊപ്പത്തന്നെ ഇട്ടോട്ട് എപ്പോഴാണ് ഇത് പിന്നെ ചെയ്തത്. അതായത് നിങ്ങൾ അടിപൊളി ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റ്. അപ്പോൾ കണ്ണനൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇതേപോലെ ഗ്രില്ലൊക്കെ ചെയ്താണ് ട്രൈ ചെയ്ത് വെക്കുക. ഒരു വട്ടമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. മഞ്ഞ ഫ്രൈ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പോകും. ഭയങ്കര ആരാണ് പറയും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മത്സ്യം നമ്മൾ ഗൈസ് ഒരു രക്ഷയില്ല. ഇനി പറഞ്ഞാൽ തോല് ഞാൻ തോൽ ടേസ്റ്റ് ഞാൻ ടേസ്റ്റാ. ചോര കൊക്കിനോ ചോര 150
ഉറപ്പാ പറഞ്ഞാൽ അറിഞ്ഞാന്നില്ല. അത് താത്തിച്ചാ പോരെ. മഞ്ഞിന് പൊരിച്ചടിച്ചത് ഒരു പീസ് അവിടെ നിന്ന് ഞാൻ സത്യമായിട്ട് ഇവരോട് ചോക്ക് മഞ്ഞിന്റെ റിവ്യൂ ഇതൊന്നുമില്ല. അഭിപ്രായം പറയാം എനിക്ക്. ആരും തിന്നോരുണ്ടാവില്ല കൂടുതല്. ഞാനൊക്കെ മഞ്ഞ മഞ്ഞ കണ്ടിക്കണം. തിന്നാതെ പിന്നെ ഇപ്പോഴാണ് പറ്റാതായത് ഇതോടെ. എന്താ അതിന്റെ വല്യപ്പ മഞ്ഞയിലും നിണ്ടു. എൻ്റെ അപ്പ, എൻ്റെ വല്യപ്പ, വല്യപ്പാൻ്റെ അപ്പ, പിന്നെ ഇയാള് ആ മോലെ കുഞ്ഞിരിപ്പാക്കാം. പിന്നെ ഒന്നാം പെരുന്നാൾക്ക് വരെ പോകും. പുലർച്ചെ 3 മണിക്കൊക്കെ എൻ്റെ നിയമം കുത്തി നിണ്ട് ചുട്ടേ തിരിച്ചു. എല്ലാവരും സംവിധാനം ഒന്നും ചെയ്യല്ല. ഒന്നാ തിന്നല്ല എന്താ കാട്ടുക. ഇവര് യേശസ്കാരം കഴിഞ്ഞിട്ട് തെറാവിസ്കാരം കഴിഞ്ഞിട്ട് പോടോ. എന്നിട്ട് അത്താഴത്തിൽ തിരിച്ചു വരും. ആ നേരത്തെ വെച്ചിട്ടുണ്ടാക്കും. അപ്പൊ ഉണ്ടാക്കല റഷ്യല്ല ബാബു. സെല്ലാജോ ഒന്നുമില്ല. എന്തായാലും മുറിച്ചണം. മുറിച്ചിട്ട് മസാല തേച്ചിട്ട് വലിച്ചിട്ട് എടുത്തക്കല തന്നെ. ഉറി കെട്ടി നോക്കാം. കൂടി വേവ് വരാണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. നമ്മളെ ഫുഡ് ഉണ്ടാക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു. ആ ഒരു അല്ല അധികം ടൈമൊന്നുമില്ല. ഒരു 3 മണിക്കൂറത്തെ മണിക്കൂറുണ്ട് അതിൽ. അല്ല എല്ലാം പെടും. ആ ക്ലീനിങ്. അതിൽ കണ്ണൻ ചുട്ടതും ഒരു വേറെ പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ആദ്യമായിട്ട് കഴിക്കണോണ്ടാണ്. പൊരിച്ചിട്ട് നമ്മൾ സാധാരണ കഴിക്കൽ. എന്താ ആദ്യമായിട്ട് കഴിക്കണോണ്ടാണ് ഇതിൽ ചെറിയൊരു വേറെ ടേസ്റ്റ്. നമ്മൾ അതങ്ങനെ പറയാം. പിന്നെ മഞ്ഞിന് ആദ്യമായിട്ട് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായുള്ള ഒരു ടേസ്റ്റ് വേറെ ഉണ്ട്. രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ മഞ്ഞിനാണ് ഒന്നും കൂടി ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ലൈക്ക് ചെയ്യാം. എല്ലാവരോടും അടുത്ത വീഡിയോ ആയിരിക്കും കാണുന്നതായിരിക്കും. വണക്കം. ബൈ ബൈ. സി യു.